മണി 10:15. അതെ, ഞാൻ പറയണത് കേക്കണ്ടോ? അതെ, ആ മൊബൈൽ ഒന്ന് മാറ്റി വെച്ച് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങോട്ട് നോക്ക് മനുഷ്യ, ഒരു കാര്യം പറയുമ്പോഴേ. പറഞ്ഞോന്നേ, കണ്ണുപിടെയാണെങ്കിലും ചെവി ഉണ്ടല്ലോ കേൾക്കാൻ. ഞാനേ കുറച്ച് ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മോന്റെ പോക്ക് അത്ര ശരിയല്ല. മണി 10:30 ഇതുവരെ വീട്ടിൽ കയറിയിട്ടില്ല. കുറച്ച് നാളായിട്ട് അവൻ എന്നും രാത്രി കള്ളു കുടിച്ചിട്ടാ വീട്ടിൽ വരുന്നത്. ഞാൻ ഒന്നും അറിയുന്നില്ലെന്ന് അവന്റെ വിചാരം. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇന്ന് എന്തായാലും അവൻ ഇങ്ങ് വരുമ്പോ ഞാൻ 4 വർത്താനം അങ്ങ് പറയും. പ്രായമായ പിള്ളേരെ തള്ളമാരാണോ ചീത്ത പറയണത്? അത് ഞാൻ സംസാരിച്ചോളാം. ആ, നിങ്ങൾ സംസാരിച്ചാ മതി, അല്ലെങ്കിൽ എന്നെ അവനൊരു പേടിയില്ല. അവനിങ്ങ് വരട്ടെ. ഞാൻ ചോദിച്ചോളാം. അവിടെ നിന്നടാ. നീ ഇത്ര നേരം അവിടെ പോയി കിടക്കുവാർന്നടാ? ഞാൻ കൂട്ടുകാരനോടെ പുറത്തേക്ക് പോയിക്കായിരുന്നു. അതിനിപ്പോ കൂട്ടുകാരനൂടെ പുറത്ത് പോയിട്ട് ഈ നേരത്താണ്ട് കയറി വന്നെ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. അച്ഛൻ നീ പറയണേ. എടാ, നീ കിടന്ന് ആടണല്ലോടാ. കള്ളു കുടിക്കാൻ എങ്ങനെയാ കിടന്ന് ആടണേ? ഇത് ആടണല്ല, കാലിൽ ആണിയുണ്ട്. ആണി കാലില് 4 കാലം കയറി വന്നിട്ട് വലിയ വർത്താനം പറഞ്ഞു. ഞാൻ 4 കാലിലൊന്നും അല്ല, ഞാൻ 2 കാലിൽ വന്നേക്കാം. 2 കാലിൽ നോക്ക്, എന്റെ കാലുണ്ടോ? കാല് നീ കള്ളു കുടിച്ച് 4 കാലം കയറി വന്നാണോ? നീ അമ്മയെ പറ്റിച്ചാൽ മതി. വേഷം കെട്ട മോൻ പറ്റ്, തന്ത പരപ്പറ്റ്. ഇതിനിടയിൽ എനിക്ക് ഇങ്ങനെ ഒരു പറ്റിയല്ലോ എന്റെ ദൈവമേ. അവൻ സ്വന്തം തന്തയെ പറ്റിക്കാൻ നോക്കും. ഒന്ന് നിർത്തിക്ക രണ്ടുപേരും. ദേ മനുഷ്യ, ഇങ്ങോട്ട് തിരിഞ്ഞേ. ദേ, അവിടെയാ നിങ്ങളുടെ മോൻ, ഇവിടെ അല്ല. ഓ, ഈ 2 എണ്ണത്തിനെയും കൊണ്ട് ഞാൻ നീ ഏതാ അടിച്ചേ? ഞാൻ സാധാരണ അടിക്കുന്ന സാധനത്തിന് 30 രൂപ കൂട്ടി. അപ്പൊ ഞാൻ വില കുറഞ്ഞൊരു സാധനം അടിച്ചു. വില കുറവാണല്ലോ എന്ന് വെച്ചാൽ ഒരുപാട് അടിച്ചു. പറ്റായി പോയി, പരപ്പറ്റ്. ഓ അച്ഛനാ, അത് തന്നെയാണ് എനിക്കും പറ്റിയത്. ഞാനും കാലം പോയി. സർക്കാർ ഇങ്ങനെ മദ്യത്തിന് വില കൂട്ടിയാ നമ്മളൊക്കെ എന്ത് ചെയ്യൂടാ? ഒന്നും ചെയ്യാനില്ല, ചാത്തം വാങ്ങി അടിക്കുക തന്നെ. ലിവർ പോവില്ലടാ.